ഹലോ മച്ചമരെ സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. 2024 സിമ അവാർഡ് വരികയാണ്, അല്ലെങ്കിൽ സൈമ അവാർഡ് എന്ന് വേണമെങ്കിലും പറയാം. സൗത്ത് ഇന്ത്യൻ ഫിലിമുകളുടെ മാത്രം ചേർത്തിട്ടുള്ള അവാർഡാണ്. വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു അവാർഡ് കൂടിയാണ്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ചിത്രങ്ങളിൽ നിന്നുള്ള അഭിനേതാക്കളെയും സിനിമകളുമൊക്കെയാണ് ഇതിനകത്തിൽ നേടുന്നത്. ഇനിയിപ്പോൾ മലയാളത്തിലേക്ക് മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മമ്മൂട്ടി, സുരേഷ് ഗോപി, ടൊവിനോ, ജോജു, ബേസിൽ ജോസഫ്, മോഹൻലാൽ, ഇത്രയും പേരാണ് ബെസ്റ്റ് ആക്ടറിന് വേണ്ടി നിൽക്കുന്നത്. ഇതിനകത്തിൽ ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിടുന്നു. ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, എല്ലാവരും തന്നെ നല്ല മികച്ച രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ, ജനങ്ങളുടെ വോട്ടിംഗ് അല്ലെങ്കിൽ ആരാധകരുടെ വോട്ടിങ്ങിലൂടെയാണ് ഇത് നേടാൻ കഴിയുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ആദ്യ ദിനങ്ങളിൽ ഇതിൽ വോട്ടിംഗ് കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ആദ്യ ഒരാഴ്ച പിന്നിട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് മോഹൻലാൽ വളരെ പിന്നിലാണ്, ബേസിൽ പിന്നിലാണ്, അതേപോലെ തന്നെ ടൊവിനോ പിന്നിലാണ്, സുരേഷ് ഗോപിയും പിന്നിലാണ് എന്നുള്ളതാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജോജുവും മമ്മൂട്ടിയുമാണ് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോഴും അറിയാൻ കഴിയുന്ന ഒരു കാര്യം, കട്ടയ്ക്കുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു. ഈ ബാക്കിയുള്ള 4 പേരെ മാറ്റി നിർത്തിക്കൊണ്ട് മമ്മൂട്ടിയും ജോജു ജോർജും തമ്മിലാണ് ഗംഭീരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയാനുള്ള കാര്യം, സൈമ അവാർഡിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്തിൽ കുറേ കാര്യങ്ങൾ കൂടെ ഇതിനകത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അവാർഡ് നൽകാറുള്ളൂ. അതായത് എവിടെ അവാർഡ് നടക്കുന്ന ദിവസത്തിൽ അല്ലെങ്കിൽ ആ ഒരു വേദിയിൽ ഈ പറഞ്ഞ മികച്ച നടനാണെങ്കിലും നടിയാണെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണമെന്നുണ്ട്. അല്ലാത്ത പക്ഷം കിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അത് അങ്ങനെ കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. മമ്മൂട്ടിയാണെങ്കിൽ നൻപകൽ നേരത്തെ മയക്കം, കാതൽ, കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ ചിത്രങ്ങൾക്കാണ് മമ്മൂട്ടിയെ ഇതിനകത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സുരേഷ് ഗോപി ഗരുഡൻ, ടൊവിനോ 2018, ജോജു ജോർജിൻ്റെ ഇരട്ട എന്ന സിനിമയും, ബേസിൽ ജോസഫിന് ഫാലിമി, അങ്ങനെ ഇതാണ്. അതേപോലെ തന്നെ മോഹൻലാലിന് നേര് എന്നുള്ള സിനിമയുമാണ് നമുക്ക് ഉള്ളത് നോമിനേഷൻ വന്നിരിക്കുന്നത്. എന്താണേലും ഇപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 15 ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുക. അതിന് മുമ്പ് വരെ വോട്ട് ചെയ്യാം. ഇപ്പോൾ സൈമയുടെ അല്ലെങ്കിൽ സിമയുടെ സൈറ്റിൽ കയറുകയാണെങ്കിൽ നോമിനേഷൻ ലിസ്റ്റ് ഉണ്ട്. ആ നോമിനേഷൻ ലിസ്റ്റിനകത്തിൽ കയറിയിട്ട് വോട്ട് നൗ എന്ന് പറഞ്ഞ ബട്ടണുണ്ട്. അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ താരങ്ങളെ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ വോട്ടിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4 പേര് പിന്നിലാണെങ്കിൽ ഏറ്റവും മുന്നിൽ മമ്മൂട്ടിയും ജോജുവും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം നടത്തുമ്പോഴും വേണമെങ്കിൽ ഇതിൽ പറഞ്ഞ ഏതൊരു നടനെയും നിങ്ങൾക്ക് മുകളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അവാർഡിൻ്റെ പ്രത്യേകത. പിന്നെ പറഞ്ഞ പോലെ കാറ്റഗറി അവർ ആ ഒരു വേദിയിൽ ഉണ്ടാവണം എന്നുള്ളത്. ഇനി മറ്റൊരു ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ വരുമ്പോൾ അവിടെയും മലയാളി തിളക്കം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തെലുങ്കിലും കന്നഡയിലും തമിഴിലുമായിട്ട് അല്ലെങ്കിൽ മലയാളത്തിലും വരുമ്പോൾ ബെസ്റ്റ് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് റോളിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് നോക്കാം. മലയാളത്തിലാണെങ്കിൽ ബിജു മേനോൻ അല്ലെങ്കിൽ ആണ് ഇതിനകത്തുള്ളത്, ഗരുഡൻ എന്ന സിനിമയിൽ. അതേപോലെ ഷബീറുണ്ട്, വിനയ്, അരുൺ രാധാകൃഷ്ണൻ കണ്ണൂർ സ്ക്വാഡിനകത്തിലുള്ളത്. അതേപോലെ തന്നെ വിഷ്ണു അഗസ്ത്യ RDX എന്നുള്ള സിനിമയിലുണ്ട്. കന്നഡയിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് എടുത്ത് കാണാനുള്ള മലയാളികളെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. ഇനി തമിഴിൽ ചെല്ലുകയാണെങ്കിൽ മലയാളി മയം തന്നെയാണ് ഫഹദ് ഫാസിൽ. മാമൻ എന്ന സിനിമയിൽ മികച്ച വില്ലൻ വേഷം ചെയ്തതിനുള്ള നോമിനേഷൻ കിട്ടിയിരിക്കുന്നു. വിനായകൻ ജയിലർ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതുകൂടാതെ സുനിൽ സുഗതയും പോർത്തൊഴിൽ എന്ന് പറഞ്ഞ സിനിമയിൽ മൊത്തം 5 പേരാണ്. അതിനകത്തിൽ 3 പേരും മലയാളികളാണ് എന്നുള്ളതാണ്. ലിയോയിലെ പ്രകടനത്തിന് അർജുന് മികച്ച വില്ലൻ വേഷത്തിന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ വന്നിട്ടുണ്ട്. മിസ്കിനുണ്ട് അതിനകത്തിൽ മാവീരനിലെ പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള. തെലുങ്കിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആണ്, ദസറ എന്ന സിനിമയിൽ. അങ്ങനെ മലയാളി തിളക്കം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറയാം, ഇതിനകത്തിൽ ആരായിരിക്കും മികച്ച നടനാവാൻ പോകുന്നത് മലയാളത്തിൽ നിന്നുള്ളത്? അതുപോലെ തന്നെ മികച്ച വില്ലൻ വേഷങ്ങളിൽ ഈ പറഞ്ഞ തമിഴിലും അതേപോലെ തെലുങ്കിലും നിന്നായിട്ട് മലയാളത്തിലെ ആരൊക്കെ നേടും? മലയാളി നടന്മാർ അല്ലെങ്കിൽ അത് നമുക്കറിയാം, ബിജു മേനോനാണോ ബാക്കി ആരെങ്കിലും ആണോ എന്നുള്ളത്, ആര് നേടും എന്നുള്ളതും നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും ഗംഭീരമായിരിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇപ്പോഴും ഓപ്പൺ ആണ് ഇതിൻ്റെ വോട്ടിംഗ്. അടുത്ത മാസം വരെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആരാധകർക്ക് തീരുമാനിക്കാം ആരാകണം ബെസ്റ്റ് ആക്ടർ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് മമ്മൂക്കയും അതേപോലെ തന്നെ ജോജുവുമാണ്. ബാക്കി 4 പേരും പിന്നിൽ തന്നെ ആയി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അത് തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്. ഏറ്റവും അർഹിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ മികച്ച നടനാവാൻ അർഹതയുള്ളത് മമ്മൂട്ടിക്ക് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ പറയാനുള്ളത്. കാരണം അത്രത്തോളം സിനിമകളിൽ വ്യത്യസ്തമായിട്ടുള്ള വേഷത്തിലൂടെ തന്നെയാണ് മമ്മൂക്ക നിൽക്കുന്നത്. അതുതന്നെയാണ് ഇനിയും ഈ സാധാരണ നോമിനേഷൻസ് അല്ലെങ്കിൽ സാധാരണ ഗതിയിലുള്ള സിനിമ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന പോലെയല്ല, ജനപിന്തുണയോടെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വോട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ താരത്തിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള താരത്തിനെ മുന്നിലേക്ക് നയിക്കാനാകും. താങ്ക് യു ബ്രോസ്.
അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തരാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒരിക്കൽ കൂടെ നന്ദി.